എന്താടി എവിടെ കുറയാനായിട്ട് ദേ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. ഒരു രക്ഷയിൽ എന്തായിരിക്കും ഇങ്ങനെ വരാനായിട്ട്? ആഹാരമെല്ലാം മാറി നിനക്ക് പറയാൻ കുഴപ്പമൊന്നും കൊച്ചിനും എനിക്കെന്തോ കുഴപ്പം? ഇത് പുറത്തിറങ്ങിയിട്ട് അതും തിന്നണേന്റെ ആടാ. മഞ്ഞക്കുള്ള സമയമല്ല ആശുപത്രിയിൽ വിളിച്ചാലിട്ട് വരെയുമില്ല. സ്വന്തമായിട്ട് അടി തുടങ്ങിയ എന്താ വെള്ളം വല്ല വേണോ എനക്ക്? ശകല സമയം നിൽക്കും, പിന്നെ കുറെ വീണ്ടും തുടങ്ങും. ആണല്ലേ? അതെ, നമ്മുടെ മനസ്സങ്ങ് മാറ്റിയാൽ അതേന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കുഴപ്പമില്ല. മനസ്സിലളിയാ ഞാൻ കണക്കല്ലേ സാധനം കിട്ടിയായിരുന്നു. റഷ്യൻ മാറ്റി സാധനം കിട്ടിയായിരുന്നു. ആർക്ക്? അപ്പുറത്ത് കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പുറത്തോട് ജമന്തി ഇരിക്കുകയില്ല. ജമന്തി ഉള്ളതുകൊണ്ട് ഇത് എടുക്കാനും പറ്റില്ല. അടിയിലടിക്കാൻ പറ്റില്ലല്ലോ. നീ അവിടെ കൊണ്ട് വെച്ചോ. എന്റെ ബെഡിന്റെ അടിയിലോട്ട് കൊണ്ട് വെച്ചോ. ഇവിടെ ബെഡിന്റെ അടി കൊണ്ട് ഞാൻ സൗകര്യം പോലെ കാണിച്ചോളാം. എല്ലാം കൂടെ നീ ഇന്ന കടിച്ചു തീർക്കൂ. അല്ല, നിനക്ക് അസുഖമൊക്കെ മാറട്ടെ, സാവകാശം അടിക്കാം. അടി വെച്ചേക്കാം. എന്നാ അവിടെ കൊണ്ടുകയറില്ല, അവളിനി തലയിൽ കയറും. എവിടെ അറിയണ്ട. റഷ്യൻ സാധനമാണ്. ഇതേ ഞാൻ ഇത് പണ്ടാരാകുന്ന കളിയിൽ ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്നതായി പോലും ഈശ്വര. ഇതാരും വെളുക്കുമ്പോ ആക്കി വാരിപ്പുണ്ടെന്ന് പറഞ്ഞ കണക്ക് ആ വളിയന് കഴിക്കാനും പറ്റുന്നില്ല. ചോറൊന്നും കഴിച്ചിട്ട് ആശ്വാസമായി. എനിക്ക് നല്ല അടിയിൽ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെയാണ്, ഇതൊക്കെ അസുഖമൊക്കെ മാറ്റം കഴിക്കാം. വീണ്ടും വന്നു തുടങ്ങിയ ഒന്നുമില്ല, ഞാൻ പുല്ല് പറിക്കായിരുന്നു. ഊണ് കഴിച്ചാ? അവനല്ല ചൂട് കഞ്ഞിയല്ല ഉണ്ടാക്കി കൊടുക്കാന്നത്. അണ്ടാവൊക്കെ എടുത്തിട്ട് പാചകോ? പാചകം ഒന്നും അതെ, അകമൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴത്തേനും പഴയത് നിങ്ങളുടെ പുറത്തോട്ട് എടുത്ത് വെച്ചു. പോയാ മിടുക്കനായിട്ട് നിക്കണമൊക്കെ ബിസ്ക്കറ്റിൽ നിന്ന് മാറിയാ? പിന്നല്ലാതെ ക്ലീറ്റോ പറഞ്ഞ ശരിയായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാതെ മരുന്നൊക്കെ കഴിക്കേണ്ട ഒരാവശ്യം ഉണ്ടായില്ല. കുറെ വെള്ളം കുടിച്ചപ്പോഴത്തേനും അങ്ങ് മാറിയെന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചോളൂ, വെറും വെള്ളം. കുഴപ്പമില്ല ഇപ്പാ. അത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. ഇതധികം കഴിച്ചിട്ട് ഇനി അടുത്ത ഗ്യാസ് ഉണ്ടാക്കരുത്. മൈദ മൈദ കഴിച്ചുകൂടാ, മൈദയിലുള്ളതാ. അളിയാ പോയാ? അത് സിമ്പിൾ അല്ലേ അളിയാ? കുറെ വെള്ളം കുടിച്ചപ്പോൾ എല്ലാം മാറി. വെള്ളം കുടിക്കണം, ഏത് അസുഖം വന്നാലും വെള്ളം കുടിച്ചാൽ മതി. വെള്ളം ശരീരത്തിന് നല്ല ഇതാണ്. ആ ശരി, നമ്മള് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളൂ അല്ലേ? വാട്ടർ തെറാപ്പി. എനിക്ക് വേണ്ട ഇല്ല. ആ പിന്നെ ഇന്ന് ഭയങ്കര ടയർഡായിപ്പോയി. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. മേലെ കയറി താഴെ കയറി ഇങ്ങനെ ഒത്തിരി പണിയായിരുന്നു. ആഹാരത്തിന് രണ്ടെണ്ണം അടിയാ കുളിച്ചിട്ടെ. എന്നിട്ട് സാധനം ഇടാമോ? മറ്റേ ആഫ്രിക്കൻ റമ്മ. ഇല്ല ഞങ്ങൾ വേറെ വന്നിട്ട് കാര്യം സംസാരിക്കുന്നത്. അല്ല, ഏട്ടന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ട്. നീ നേരെ നോക്കിയാണ്, നേരെ ചിരിച്ചോണ്ടിരിക്കണ എന്നെ. കുഴപ്പമില്ല. അവളിങ്ങനെ ഉണ്ടർ കണ്ടു നോക്കിട്ട് ഇടി മഞ്ഞപ്പിത്ത വന്നാൽ എല്ലാം മഞ്ഞപ്പിത്തായിട്ട് തോന്നും. അവന് ചായ വേണമെന്ന്, ചായ ഉണ്ടാക്കി കൊടുക്കുക. ചായ അല്ല, അവർക്കറിയാം. എന്തൊരു കുഴപ്പമില്ല. തങ്കം ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അല്ല ഞാൻ അടിച്ചോളാം, എനിക്ക് എന്തിനു വേണം? അതെന്തൊരു ഇടപാടാണ്. നമ്മൾ സാധാരണ ചെയ്യണം. അമ്മാവനും കൂടെ വന്ന് നമ്മൾ മൂന്നാളും കൂടെ ഒരുമിച്ച് ചെയ്യണം. അമ്മാവനോട് വന്നിട്ട് അടിയാലേ മോശമാണ്. അമ്മാവൻ എനിക്ക് രണ്ടെണ്ണം മതിയല്ലേ? ഈ ചുമ്മാ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ അവസാനം നീ കൂടുതൽ കഴിക്കും. ഇപ്പം എടുക്കണ്ട ശരിയാവില്ല. അതോ ഞാൻ എടുക്കും. കളിക്കല്ലേ? എന്താ കുഴപ്പമില്ല. പറയണ കേളിയാ.
അതെ നിക്ക് എന്താന്ന് പറ എന്ത് സാധനം എടുക്കണം അല്ല ഇപ്പൊ ഒരു സാധനം എടുത്തോണ്ട് വരും അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ പറഞ്ഞാൽ പറ്റില്ല എന്താ ഇല്ല അങ്ങനെ ഇപ്പൊ സാധനം അങ്ങനെ നീ എടുത്തോളൂ പറഞ്ഞാൽ എന്ത് സാധനം ഇവിടെ ഒരു സാധനം ഇല്ലല്ലോ. എന്ത് സാധനം ഇല്ലെന്ന്? ഇവിടെ ഒരു സാധനം ഇല്ല. ഇവിടെ ഒരു സാധനം കൊണ്ട് ഞാൻ അറിഞ്ഞൂടെ? ആ സാധനം കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ നീ എവിടെ കൊണ്ട് ചാലയെ കൊണ്ടുവച്ച് എപ്പോൾ കൊണ്ടുവച്ചു? നിനക്ക് എടുക്കാൻ പറ്റൂലേ? എന്റെ വീട്ടിൽ ഇരിക്കുന്ന സാധനം അങ്ങനെ എടുക്കാം വേറെ ആർക്കും ഞാൻ സമ്മതിക്കില്ല. എന്തോ ഉള്ള കാര്യം തന്നെ പറഞ്ഞു. എന്റെ കൈ കുരുവൊന്നുമില്ല. ഞാൻ കൊണ്ടുവച്ചെങ്കിൽ എനിക്കറിയാം എടുക്കാനായിട്ട്. എന്നെ വെച്ച സാധനം എനിക്കറിയാലോ. നീ മാറി, നീ മാറി. എന്ത് സാധനത്തിന്റെ കാര്യം പറയണത്? ആഫ്രിക്കൻ റം പകുതി എന്ത് ചെയ്ത് ഇങ്ങനെ ഈ ആഫ്രിക്കയിൽ ഫുള്ള് എന്ന് പറഞ്ഞാൽ പകുതി കാണുള്ളായിരിക്കും ചിലപ്പോ അല്ലേ? ആഫ്രിക്കയിലെ ലോകത്ത് എവിടെ ഫുള്ളിന് ഫുള്ളെന്ന് തന്നെ പറയണത്. നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് നിറം ഉണ്ടാകുന്നടി ഈ സാധനം കഴിക്കാൻ നിങ്ങൾക്ക് വയറിനൊരു കുഴപ്പമുണ്ടായില്ലേ ക്ലീറ്റ? സീല് പൊട്ടിച്ച് അത് പിന്നെ കുറെ നാളായിട്ട് ഇവ എന്നെ കൊതിപ്പിച്ചോണ്ടിരിക്കും ആഫ്രിക്കൻ റം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് എടുത്തടിച്ച്. പക്ഷെ നീ പറഞ്ഞ പോലെ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു മണമില്ല ഒരു ഗുണമില്ല. ഇതിനും നല്ലത് നമ്മൾ ആയുർവേദ കടയിൽ കിട്ടുന്ന കഷായമാണ് നല്ലത്. തലയ്ക്ക് പിടിക്കില്ലെന്നേ. തലയ്ക്ക് പിടിക്കൂല, ഇത് വയറിനെ പിടിക്കുള്ളൂ. നിന്റെ അസുഖം മാറിയില്ലേ? ഇത് ഗ്യാസിനുള്ള നല്ല ഒന്നാം തരം കഷായമാണ്. ഇത് കുടിച്ച് തലയ്ക്ക് പിടിക്കുന്നത് എങ്ങനെ? നിന്റെ അസുഖം മാറും, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, നിനക്ക് ഒരു കുരുവില്ല. ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം മരുന്നാ ഇത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും. അളിയാ, സമയാസമയത്ത് ഒരു അസുഖം വന്നാൽ മരുന്ന് മേടിച്ച് കഴിക്കണം. അപ്പൊ എല്ലാ കുരുവും മാറും. അല്ല ഞാൻ അത് കഴിക്കില്ല ഇത് കഴിക്കുമെന്ന് പറയുന്നത് കാര്യമല്ല. പിന്നെ ഇതെന്തിനും ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് പട്ടയെന്ന് പറഞ്ഞാൽ പട്ടണ എഴുന്നേറ്റ് വരും.